കോഴിക്കോട് വടകരയിൽ കാണാതായ വിഷ്ണു പ്രകാശിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. കാണാതാകുന്നതിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലോൺ ആപ്പുകാരുടെ ഭീഷണിയെ തുടർന്നാണ് വിഷ്ണു നാടുവിട്ടത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, കഴിഞ്ഞ ദിവസം വീട്ടുകാരുമായി വിഷ്ണു കോൺടാക്ട് ചെയ്തതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണിയാണ്. കാസർഗോഡ് നിന്നാണ് അവസാനമായി വിഷ്ണുവിൻ്റെ ഈ മൊബൈൽ സിഗ്നൽ ലഭിച്ചത് എന്നൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ടെത്താനായോ? അന്വേഷണം ഏത് രീതിയിലാണ്? വിനിഷ, കഴിഞ്ഞ 13-ാം തീയതി മുതലാണ് വടകര സ്വദേശിയായിട്ടുള്ള വിഷ്ണു പ്രകാശിനെ കാണാതായത്. അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ വിഷ്ണുവും അതുപോലെ തന്നെ സുഹൃത്തും ഒരു ATM കൗണ്ടറിലേക്ക് കയറുകയും അവിടുന്ന് പണം എടുത്തുകൊണ്ട് 1000 രൂപ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. നടന്ന് വരുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിനുശേഷം ഒരു ഫോൺ കോൾ വിഷ്ണുവിന് വന്നുവെന്നും ആ ഫോൺ കോളിന് ശേഷമാണ് വളരെയേറെ അസ്വസ്ഥനാവുകയും പിന്നീട് വിഷ്ണുവിനെ കാണാതായി എന്നുമാണ് സുഹൃത്ത് നൽകിയിരിക്കുന്ന മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ചില ഫോൺ ചാറ്റുകൾ കൂടി പുറത്തു വന്നിരുന്നത്. കുടുംബാംഗങ്ങൾക്ക് അയച്ചിട്ടുള്ള ഫോൺ ചാറ്റുകളിൽ ഇങ്ങനെ ലോൺ ആപ്പിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ടുണ്ടെന്നും അതിൽ വലിയ മാനസിക സംഘർഷം, അതായത് തിരിച്ചടക്കാൻ കഴിയാത്തതിനുള്ള മാനസിക സംഘർഷമുണ്ട്, മാത്രമല്ല അതിന് അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട് എന്നും വിഷ്ണുവിൻ്റെ ഈ സന്ദേശത്തിലുണ്ടായിരുന്നു. കൂടാതെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുന്നതായുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചു എന്ന കാര്യം കൂടി വിഷ്ണു പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ വലിയ മാനസിക അസ്വസ്ഥനായിരുന്നു വിഷ്ണു എന്നും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെ കാണാതായത് എന്നുള്ള കാര്യം കൂടി ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നായിക്കൊണ്ട് 65,000 രൂപ എടുത്തിരുന്നു. അതും തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 1 ലക്ഷത്തോളം രൂപയായി വളർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലേക്ക് ആ പലിശ ഉൾപ്പെടെ തിരിച്ചടക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ വലിയ മാനസിക അസ്വസ്ഥനായിരുന്നെന്നും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് വിഷ്ണു നാട് വിട്ടത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ അത് കാസർഗോഡാണ്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ലഭ്യമായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരുപക്ഷേ മംഗളൂരുവിലേക്കോ പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന് പുറത്ത് കർണാടക അതുപോലെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്ക് കൂടി കേരള പോലീസ് നീങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എവിടെയാണ് ലൊക്കേഷൻ ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭ്യമായത് കാസർഗോഡാണ്. അതുകൊണ്ടാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക്, പ്രധാനമായും മംഗളൂരു അതുപോലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. യുവാവിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോൾ വടകര പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. വിനീഷ.